ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്വിക്ക് കമ്പാരിസൺ ആണ്. ഹുവാവിയുടെ GT2 വാച്ചാണ് ഇതിന് മുന്നേ പരിചയപ്പെടുത്തിക്കൊണ്ടായി. ഈ വാച്ചിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വാച്ചും അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ GT1 എന്ന മോഡലിലെ വാച്ചും തമ്മിലുള്ളൊരു ക്വിക്ക് കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ രണ്ട് വാച്ചുകൾ തമ്മിൽ എന്തൊക്കെയാണ് മേജർ ഡിഫറൻസ്, നമ്മൾ ഈ ഒരു പഴയ മോഡൽ ഹുവാവി വാച്ച് GTയിൽ നിന്നും പുതിയ മോഡലിലേക്ക് മാറേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസ് ആയിട്ട് വരുന്നത്. ഈ ഇടതുവശത്തായിട്ട് ഇരിക്കുന്നത് ഹുവാവി വാച്ച് GT2ഉം അതുപോലെ വലതുവശത്തായിട്ടുള്ളത് പഴയ മോഡൽ ഹുവാവി വാച്ച് GTയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് ആയിക്കൊണ്ട് ഇതിന്റെ ഡിസൈൻ തന്നെ നോക്കാം. ഇതിന്റെ ഡിസൈനിൽ ഹുവാവി GT1 കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ നല്ലൊരു സ്റ്റീൽ ഡിസൈൻ ആണ്. ഡിസ്പ്ലേയുടെ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റീൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഡിസ്പ്ലേ കുറച്ച് ഈ ഒരു സ്റ്റീൽ ഡിസൈനിന്റെ തൊട്ട് താഴെയായിട്ടുള്ളത്. അതായത് നമ്മൾ ടച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹുവാവി GT2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വൈപ്പ് ഒന്ന് ചെയ്യുന്ന സമയത്ത് കൈ ഇവിടെ ടച്ച് ആവുന്നില്ല, പൂർണ്ണമായിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഇതിലൊക്കെ കൈ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുന്ന സമയത്ത് ഈ ഒരു GT1 ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ള സാധ്യതയില്ല. GT2ലാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡിസ്പ്ലേ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ പോയിട്ട് അടിക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ സെയിം ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗം നോക്കുകയാണെങ്കിലും തന്നെ ഒരേ ഡിസൈനൊക്കെ തന്നെയാണ്. ഈ ഒരു GT2 ആകുമ്പോൾ മൊത്തമായിട്ട് ഒരു റൗണ്ട് ഡിസൈനും അതുപോലെ GT1 ചെറിയ രീതിയിലൊരു ചതുരാകൃതിയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് സെയിം സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. GT2ന്റെ സ്ട്രാപ്പ് നമുക്ക് GT1ലും ഉപയോഗിക്കാൻ സാധിക്കും. പിൻഭാഗത്തായിട്ട് പിന്നെ ഇതിന്റെ കണക്ടറും അതുപോലെ ഈ ഒരു സെൻസറൊക്കെ സെയിം തന്നെയാണ് ഉള്ളത്. പിന്നെ GT2ൽ നമുക്ക് മറ്റൊരു പ്രത്യേകത നൽകുന്നത് ഇതിലൊരു 2 GB ഇന്റേണൽ സ്റ്റോറേജ് നൽകുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൽ മ്യൂസിക് പ്ലേ ചെയ്യുവാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. 2 GB ഉള്ള സ്റ്റോറേജ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിന്റെ സഹായമില്ലാതെ തന്നെ ഇതിൽ പാട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് സോങ്സ് പ്ലേ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത GT1ൽ നിന്നും GT2ലേക്ക് വരുമ്പോൾ അത് കോളിംഗ് ഫെസിലിറ്റിയാണ്. ഈ ഒരു GT2 ഉപയോഗിച്ച് നമുക്ക് ഫോൺ കോളുകൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഒരു മൈക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് പാട്ട് കേൾക്കാനും ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ച് സാധിക്കും. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ GT1ൽ വരുന്നത് 420 mAh ബാറ്ററിയും അതുപോലെ GT2ൽ വരുന്നത് 455 mAh ബാറ്ററിയുമാണ്. അത്യാവശ്യം നല്ല ലോങ് ലൈഫുള്ള ബാറ്ററി തന്നെയാണ് ഹുവാവിയുടെ ഈ ഒരു GT1ൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ബാറ്ററി പെർഫോമൻസും അതുപോലെ തന്നെ ഇതിന്റെ ചിപ്സെറ്റ് പുതിയൊരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. കിറിൻ A1 ചിപ്സെറ്റാണ് പുതിയ ഹുവാവി വാച്ച് GT2ൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ഈ ഒരു GT1നെ അപേക്ഷിച്ച് GT2ൽ നൽകുന്നുണ്ട്. ബാറ്ററി പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു GT2ൽ നമുക്ക് ലഭിക്കും. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ബ്ലൂടൂത്ത് കപ്പാസിറ്റിയാണ്. ഈ ഒരു GT2ൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത് 5.1ഉം അതുപോലെ GT1ൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത് 4.2ഉമാണ്. അതും തന്നെ GT2ലാണ് കുറച്ച് കൂടുതലുള്ളത്. അതായത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് ഈ ഒരു ഹുവാവി GT2ൽ ലഭിക്കും. നമ്മളൊരു എക്സസൈസ് ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ വാച്ച് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ GT2 ആയിരിക്കും നമുക്ക് ബെറ്റർ. കാരണം ഈ ഒരു റണ്ണിങ് കോഴ്സുകൾ ഏറ്റവും കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു GT2ൽ തന്നെയാണ്. GT1നെ അപേക്ഷിച്ച് കുറേ അധികം എക്സസൈസ് മോഡുകൾ ഈ ഒരു GT1ൽ കൊടുക്കുന്നുണ്ട്. കോളിംഗ് ഫെസിലിറ്റി GT2ലായതുകൊണ്ട് തന്നെ കോളിംഗ് ലോഗോയും കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു GT2ൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഐക്കണുകളൊക്കെയാണ്. നമ്മുടെ GT1നെ അപേക്ഷിച്ച് നമ്മൾ GT2ലേക്ക് വരുമ്പോൾ ഇതിന്റെ ഐക്കണ് കുറച്ചുകൂടി നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഡിസൈൻ വൈസിൽ നമുക്ക് ചെറിയ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം ഇതിന്റെ ഒരു ഹാർഡ്വെയറും അതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ ഫെസിലിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹുവാവി വാച്ച് GT1 അതുപോലെ GT2 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇന്നത്തെ ഈ ഒരു രണ്ട് വാച്ചുകളുടെയും ചെറിയൊരു കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.